ഗുൽമാർഗ് കൊണ്ടോല കാശ്മീരിൽ കുറച്ച് പർച്ചേസിങ്, സൈറ്റ് സീയിങ്, കേബിൾ കാർ ഇതൊക്കെ കാണാം നമ്മുടെ മനോഹരമായ കാഴ്ചകൾ. ഇത് ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ്, പത്ലയാണ്, വളരെ നൈസാണ്. പശ്മിന കലംകാരി ഹാൻഡ് മെയ്ഡ് ആണ്. 2 എടുത്തിട്ടുണ്ട്, പകുതിയായിട്ടൊക്കെ വാങ്ങിച്ചു. പശ്മിന കലംകാരി ആയിട്ടുള്ളതാണ്. ദൂസറ കൊല്ലോന് പശ്മിന ഷോൾ. ഇത് ഇവിടുത്തെ പശ്മിന കലംകാരി കശ്മീരി സ്പെഷ്യൽ ആണ്. ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ തീപ്പെട്ടി കൂടിനകത്ത് വെക്കാമെന്ന് പറയത്തില്ലേ, അതുകൊണ്ട് എന്താ വില അറിയോ? ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, വേറെ കളർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. रेड वाला ले लेना भाई, वो इलेक्ट वाला വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതൊന്നും വാങ്ങാൻ തോന്നും, വാങ്ങാമെന്ന് വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് ഫേസ് ടൂറിൽ മലയുടെ മേലെ പോയിട്ടാണ്. ഇനി അപ്പുറത്ത് അതാ തൂങ്ങിക്കിടക്കുന്ന ഓപ്പൺ ആയിട്ടുള്ളത് കേബിൾ ചെയർ. അങ്ങനെ ഇത് രണ്ടും. പക്ഷെ കേബിൾ ചെയർ അങ്ങനെ എല്ലാ പേർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഓപ്പൺ അല്ലേ, ഓപ്പൺ സ്പേസ് അല്ലേ, എയറിൽ ഇങ്ങനെ പോവല്ലേ. ഒന്ന് തണുപ്പിന്റെ ആധിക്യം ഉണ്ടാവും, 2 എന്ന് പറയുന്നത് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഹൈ ആറ്റിറ്റ്യൂഡിലൊക്കെ പോകാനുള്ള ഒരു മെന്റാലിറ്റിയും കൂടി ഉള്ളവർക്ക്, അതായത് കുറച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റോ അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറിസം ഒക്കെ മാത്രം അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാം. അല്ലാത്തവർക്ക് കേബിൾ കാറിൽ പോകാൻ സേഫാണ്. ഇവിടെ ഇനി ഈ മരങ്ങളൊക്കെ, ഈ മരം ഇവിടുത്തെ മുഖമുദ്ര തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകും. അപ്പൊ ഇനി അങ്ങോട്ട് അത്രയ്ക്ക് തണുപ്പില്ല. ഇതുവരെ നമുക്ക് തണുപ്പിന്റെ ഇത്രയും സാധനങ്ങളൊക്കെ വേണം. ഇനിയിപ്പോ ഇതൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന വസ്ത്രം മാത്രം ആക്കി നിൽക്കാം. ഭയങ്കര പ്രൊട്ടക്ഷനിൽ നമ്മൾ എടുത്ത വസ്ത്രത്തിന്റെ ആവശ്യം ഫേസ് വണ്ണിനില്ല, താഴേക്കും ഇല്ല എന്നുള്ളതാണ്. ഇത് ഫേസ് വണ്ണിൻ്റെതാ ഈ ഭാഗങ്ങളൊക്കെയാണ് ഫേസ് വണ്ണിൻ്റെ മലകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ കശ്മീർ. ഹമാര കശ്മീർ, ഭാരതത്തിന്റെ അഭിമാനമായ കശ്മീർ, ഒരിക്കലും ആരും മറക്കരുതാത്ത കശ്മീർ, നമ്മുടെ സ്വന്തം കശ്മീർ. ഇങ്ങനെ താഴെ പൊക്കോണ്ടിരിക്കുകയാണ്. പല വൃക്ഷങ്ങൾ ഇവിടെ ഇങ്ങനെ പൊക്കത്തിൽ പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചരിയാത്ത ഈ വൃക്ഷം അവര് നട്ടുപിടിപ്പിക്കുന്നതാണ്. എന്താന്ന് വെച്ചാൽ തണലിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വെച്ച് ശരിക്കും ജനവാസമുള്ള പ്രദേശങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഇങ്ങനത്തെ അത് പട്ട് നിൽക്കുന്നത്, ഉണങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മുറിക്കാനൊന്നും ഇവിടുത്തെ പബ്ലിക്കിന് അവകാശമില്ല. അത് ഗവൺമെന്റ് ചെയ്യും. എന്നിട്ട് അതിനെ തടി അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള തരത്തിലേക്ക് അവർ ഉപയോഗിക്കും. ഈ വെള്ള കാണുന്നത് മഞ്ഞാണ്. മഞ്ഞ അവിടെ നിന്ന് ഒലിച്ച് വന്നിരുന്നിടത്തുനിന്ന് ബാക്കിയൊക്കെ അലിഞ്ഞു, അതായത് മഞ്ഞുരുകി ഒലിച്ചു പോയ അവിടെ കുറച്ചിങ്ങനെ ഉറച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു ചാല് പോലെ നിൽക്കുന്നുണ്ട്. ഇതാ എത്ര ഉയരത്തില അവിടെ നിന്നാണ് താഴേക്ക് വരുന്നത്. താഴ്വരയൊക്കെ കാണാൻ ഏറ്റവും ഭംഗിയാ, ബ്യൂട്ടിഫുൾ. കുഞ്ഞു കുഞ്ഞു പല തരത്തിലുള്ള പുഷ്പങ്ങളുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതില് മൂടൽമഞ്ഞ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. നാവ് കയ്യോ ഒക്കെ ഒരുപോലെ അങ്ങ് മരവിക്കും. മലയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരുപാട് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവണം എന്നൊക്കെ ചോദിച്ചാലേ, ഇങ്ങനെ കല്ലുകളും പാറയുടെ കഷ്ണവും മണ്ണും അങ്ങനെ കൂടി കലർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ചെറിയ ചലനമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പോകുന്നതാണ്. നമ്മുടെ അടുത്തൊക്കെ പാറയെന്ന് പറഞ്ഞാൽ അതങ്ങ് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതല്ലേ, അതാണ് അവിടെ പെട്ടെന്ന് അധികം ഇത് വിഷമങ്ങളൊന്നും ഭൂമിയെ ഉണ്ടാവാത്തത്.
ഇതൊക്കെ മഞ്ഞാണ്, ഈ കിടക്കുന്നതൊക്കെ മഞ്ഞാണ്. 3950 മീറ്റർ ഉയരത്തിലാണ് ഇതിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡിൽ, ഹൈ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുക. സെക്കൻഡ് ഫേസ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് നേരെ കുറച്ചു നേരം ഇവിടെ നിന്ന് ഈ വേർഡൊന്നും നാവുണ്ടല്ലോ ഉച്ചരിക്കാൻ പറ്റാത്ത. കൈ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, കൈ ഇല്ല എന്ന് ചോദിച്ചാൽ കൈ ഇല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് സമയം കൂടി നിന്ന് ഈ ഏക്കറൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. അവനങ്ങ് മാറിയപ്പോഴത്തേക്ക് ഞാനും ഇങ്ങോട്ടേക്ക് നടക്കാണ്. ഒരു ബോർഡുണ്ട്, അവര് വീഡിയോ എടുക്കാൻ ഞാൻ ഒരു ശല്യം ഉണ്ടാക്കണം എന്നുള്ളത്. ഇതിന്റെ ഒരു ഫോട്ടോ തന്നെ എടുത്തു നോക്കാം. ആർമിഡ് ബേസ് ക്യാമ്പാണ് ആ കാണുന്നത്. ഒരു ഇഗ്ലൂവിന്റെ പോലത്തെ ഷേപ്പില് ഗോൾഡ് റൗണ്ട് ഷേപ്പിൽ എടുത്തിരിക്കുന്നത്. അതുവരെ നമുക്ക് ശരിക്കും പറഞ്ഞത് അതുവരെയൊക്കെ പോകാം കേട്ടോ. ബേസ് ക്യാമ്പ് അവിടെ എങ്ങനെ നിൽക്കുന്നു അത്ര. തണുപ്പാ. അതിന്റെ തലയുടെ പിന്നിൽ കാണുന്നത് മഞ്ഞാണ്. മഞ്ഞളൊക്കെ നമുക്ക് ഇറങ്ങാം. സ്നോ കാറ്, ഒരു സ്നോ റൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ 500 രൂപ മുതലൊക്കെയാണ് സ്നോ വാക്കിംഗ് നടത്താം. നല്ല തണുപ്പാ. കേബിൾ കാറിലാണ്. ശരിക്കും ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ നമുക്ക് കേബിൾ കാറിന്റെ എക്സ്പീരിയൻസിന് പറയാം. കേബിൾ കാറിനകത്ത് കയറിയിരിക്കുകയാണേ. കേബിൾ കാറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിൽക്കത്തൊന്നുമില്ല, നിൽക്കുമെന്ന വ്യാമോഹമൊന്നും വേണ്ട. കാര്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മൂവ്മെന്റ് ആണ്, അതങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വേഗം കയറുക എന്നുള്ളതാണ്. അപ്പുറത്തോട്ട് വേറെ കേബിൾ കാർ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ കയറുക. ബെൽറ്റ് അങ്ങനെയൊന്നും ഇല്ല, പിന്നെ പേടിക്കാനൊന്നും ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് കേബിൾ കാർ സർവീസിന്റെ. അങ്ങോട്ടേക്ക് കയറുകയാണ്. ഗുൽമാർഗിലെ ഇടത്തോടുകൾക്ക് ഇടവഴികളെന്ന് പറയുന്ന പോലെയാണ് പൂവിനും പൂക്കൾക്കും വേണ്ടിയിട്ട്. ഇതേക്കോ, ഇതിനെയാണ്, ഈ പൂവാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ ലാവൻഡർ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ലാവൻഡർ അല്ല, ലാവൻഡർ നിറത്തിലെന്നേ ഉള്ളൂ, ലാവൻഡർ അല്ല. ആ കാണുന്നത് മഞ്ഞ ആണ്, ഒരുങ്ങി തീർന്നിട്ടില്ലാത്ത മഞ്ഞാണ് ആ കാണുന്നത്. വാലിയുടെ ഭംഗി ഒക്കെ ഇതിലുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എത്ര കണ്ട് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും പറ്റുന്ന പോലെ ശ്രമിക്കുകയാണ്.